അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട ഓർമ്മകൾക്ക് അരനൂറ്റാണ്ട് പിന്നിടുകയാണ്. മൗലികാവകാശങ്ങളെല്ലാം കാറ്റിൽ പറത്തിയ ജനാധിപത്യത്തെ തുറുങ്കിലടച്ച കാലം. ഭരണകൂട ഭീകരത അതിൻ്റെ എല്ലാ ഉഗ്രഭാവത്തോടും നിറഞ്ഞു നിന്ന നാളുകൾ. അതേക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ഇന്ന് രണ്ട് അതിഥികൾ ഉണ്ട്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ലോക സംഘർഷ സമിതി നയിച്ച പ്രക്ഷോഭങ്ങളിൽ 19-ാം വയസ്സിൽ പങ്കാളിയായ EN നന്ദകുമാർ, ഒപ്പം ഹിന്ദു ധർമ്മ പരിഷത്ത് പ്രസിഡന്റ് M ഗോപാൽ എന്നിവരാണ് ജനം ടിവിക്കൊപ്പം ചേരുന്നത്. സ്വാഗതം. ഈ ഘട്ടത്തിൽ നമുക്ക് നല്ല ഓർമ്മകളല്ല തീർച്ചയായും ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളത്. പക്ഷേ എങ്കിൽ പോലും ശ്രീ നന്ദകുമാർ, അടിയന്തരാവസ്ഥയിൽ 13 മാസങ്ങൾ ജയിൽവാസം അനുഭവിച്ച വ്യക്തിയാണ് M ഗോപാൽ. ഒപ്പം EN നന്ദകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. താങ്കളെ സംബന്ധിച്ചിടത്തോളം, നന്ദകുമാറിലേക്ക് ഞാൻ ആദ്യം വരികയാണ്, താങ്കളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമായൊരു ദിവസമാണിന്ന്. അടിയന്തരാവസ്ഥയിലെ അനുഭവങ്ങൾ പറയുന്ന താങ്കളുടെ പുസ്തകം അടിയന്തരാവസ്ഥ രണ്ടാം സ്വാതന്ത്ര്യ സമരം, ആ പുസ്തകം ഇന്ന് പുറത്തിറങ്ങുകയാണ്. സമരകാലത്തെ ഒട്ടേറെ ഓർമ്മകൾ താങ്കൾക്കുണ്ടാവും. അതിനൊപ്പം ആഞ്ഞടിക്കുന്ന ചില കാര്യങ്ങൾ കൂടി അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPM CPI നേതാക്കൾ സ്വീകരിച്ച നിലപാടുകൾ, ഒപ്പം അടിയന്തരാവസ്ഥ ഈ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകം പറയാനുള്ളത് എന്തൊക്കെയാണ് പറഞ്ഞു വയ്ക്കുന്നത് എന്ന ചോദ്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. താങ്കൾക്ക് പറയാനുള്ളത് ആദ്യം ആ പുസ്തകത്തെക്കുറിച്ച് പറയാം. അല്ല, തീർച്ചയായിട്ടും അടിയന്തരാവസ്ഥയിൽ ഭാരതത്തിൽ മൊത്തം അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ സംഖ്യ 1,75,000 പേരാണ് 21 മാസക്കാലം കൊണ്ട് അറസ്റ്റ് ചെയ്തത്. അത് ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ 700 കിലോമീറ്റർ ദൂരത്തിനിടക്ക് കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് 7,500 പേരെയാണ്. ഇത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ ആവറേജ് പ്രായം പറഞ്ഞാൽ കേരളത്തിൻ്റെ ആവറേജ് പ്രായം 21 വയസ്സ് പ്രായമുള്ള യുവാക്കന്മാരാണ് സമരാങ്കണത്തിലേക്ക് ഇറങ്ങിയത്. ഇവിടെ ഈ സമരത്തെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ജനാധിപത്യ വിരുദ്ധമായ നടപടിക്രമത്തെ ഏറ്റവും കൂടുതൽ ശക്തമായി നേരിട്ട് യുവാക്കന്മാരായിരുന്നു, ഇവിടുത്തെ സ്ത്രീകളായിരുന്നു, നമ്മുടെ വീട്ടമ്മമാരായിരുന്നു. അങ്ങനെ നിരവധി അനുഭവങ്ങളാണ് നമ്മൾ ഈ സംഭവത്തിനകത്ത് പരാമർശിക്കുന്നത്. ഒരുപക്ഷെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടങ്ങളിലുള്ളതിനേക്കാൾ ഏറെ ആളുകൾ സമരവുമായിട്ട് സത്യഗ്രഹവുമായിട്ട് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത സത്യഗ്രഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള പ്രായോഗികമായ തലത്തിൽ അത് നടപ്പിൽ വരുത്തിയത് അടിയന്തരാവസ്ഥ കാലത്താണ്. കേരളത്തിൽ ഏകദേശം 400ഓളം വരുന്ന സ്ഥലങ്ങളാണ് സത്യഗ്രഹങ്ങൾ നടന്നത്. ഈ സത്യഗ്രഹങ്ങൾ പങ്കെടുത്ത യുവാക്കന്മാരെ അവരിൽ 2 മാസക്കാലം കൊണ്ട് മാത്രം കേരളത്തിന് ജയിലറുകൾ നിറഞ്ഞിരുന്നു. 4300-ൽ പരം യുവാക്കന്മാരാണ് കേരളത്തിന് ജയിലറുകൾ നിറച്ചത്. ഇവരെല്ലാം കേരളത്തിൻ്റെ സർക്കാരുകൾ ചെയ്തത്. അന്ന് കേരളം ഭരിച്ചിരുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി C അച്യുതമേനോനാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീമാൻ K കരുണാകരനാണ്. ഇവരുടെ അതിനീചമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അതിക്രൂരമായിട്ടുള്ള പോലീസ് നടപടിക്രമങ്ങളാണ് നടപ്പിൽ വരുത്തിയത്. അതുകൊണ്ട് കേരളത്തിൽ ഏകദേശം 7ഓളം സ്ഥലത്ത് കരുതൽ തടങ്കൽ പാളയങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ആ കരുതൽ തടങ്കൽ പാളയങ്ങളുടെ, ഞാനിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഇന്നലെ ഒരു പ്രോഗ്രാമിലുണ്ടായിരുന്നു. ആലപ്പുഴയിൽ നടക്കുന്ന കൗസ്തുഭ എന്ന് പറയുന്ന മിനി കരുതൽ തടങ്കൽ പാളയത്തിൽ അവിടെ വച്ച് ആക്രമിക്കപ്പെട്ട സാധാരണക്കാരായിരിക്കുന്ന സമരത്തിന് വന്ന ആളുകളെ മർദ്ദിച്ച രീതി, ആ മർദ്ദിച്ച മർദ്ദനത്തിൻ്റെ ശബ്ദം കേൾക്കണമെന്ന് അതിനു വേണ്ടിയിട്ട് ഒരു മർദ്ദിക്കുന്ന സമയത്ത് ടെലിഫോൺ ഇറക്കി താഴെ അവിടേക്ക് ഡയൽ ചെയ്ത് താഴെ വയ്പ്പിച്ചിരുന്നത് അന്നത്തെ DCC പ്രസിഡൻ്റായിരുന്ന ശ്രീമാൻ തച്ചടി പ്രഭാകരനാണ്. കോൺഗ്രസിൻ്റെ നേതാവാണ്. അന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ RSSൻ്റെ ആളുകൾ, ജനസംഘത്തിൻ്റെ ആളുകൾ, സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ, സ്വതന്ത്ര പാർട്ടിയുടെ ആളുകൾ തുടങ്ങിയിട്ടുള്ള ആളുകളെ കാണിച്ചു കൊടുത്ത് അവരെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കുന്ന കാര്യത്തിൽ വളരെ ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് നടത്തിയിരുന്നത്. അതേപോലെ തന്നെ എടപ്പള്ളി ഭാഗത്ത് മറ്റൊരു കരുതൽ തടങ്കൽ പാളയം ഉണ്ടായിരുന്നു. അതൊരു മേജർ കരുതൽ തടങ്കൽ പാളയമാണ്. അവിടെ ആണ് DGP ആയിരുന്ന, പിൽക്കാലത്ത് DGP ആയിട്ടുള്ള അന്നത്തെ DIG ആയിരുന്ന ജയറാം പടിക്കൽ അവിടെയാണ് താമസിച്ചിരുന്നത്. ആ മനുഷ്യൻ വീടിൻ്റെ വരാന്തയിൽ ഇരുന്നു കൊണ്ട് കരുതൽ തടങ്കൽ പാളയത്തിൽ മർദ്ദിക്കപ്പെടുന്ന പ്രതികളായിരിക്കുന്ന ആളുകളുടെ കൂട്ടക്കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ പുറത്ത് ചാരുകസേരയിൽ വന്നിരിക്കുമായിരുന്നു. അത്രയും ഒരുപക്ഷെ മലയാളിയെ സംബന്ധിച്ച് ചിന്തിക്കാൻ സാധ്യമല്ലാത്ത, പ്രായോഗിക തലത്തിലുണ്ടെന്ന് വിശ്വസിക്കാൻ സാധ്യമല്ലാത്ത അതിക്രൂരമായ നടപടികളായിരുന്നു 21 മാസക്കാലം കൊണ്ട് കേരളത്തിൽ അരങ്ങേറിയത്. ഇതൊരു ജനാധിപത്യ വിരുദ്ധ നടപടിയാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഇന്ത്യൻ രാഷ്ട്രപതി, ഭാരതത്തിൻ്റെ രാഷ്ട്രപതി അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനത്തെക്കുറിച്ച് ഒപ്പിടുന്നത് 1925, കൃത്യമായിട്ട് 50 വർഷക്കാലത്തിന് മുമ്പാണ്. അന്ന് അർദ്ധരാത്രി 11:45 അദ്ദേഹം ഒപ്പുവയ്ക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ ശ്രീമാൻ അബു എഴുതിയിരിക്കുന്ന അബുവിൻ്റെ ഒരു വളരെ മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാർട്ടൂൺ അതിനെ സംബന്ധിച്ചിട്ടുണ്ട്. ബാത്ടബിൽ കിടന്നുകൊണ്ട് അതിനകത്ത് നോക്കിക്കൊണ്ട് ഒപ്പിടുന്ന ഭാരതത്തിൻ്റെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഈ പറയുന്ന മനുഷ്യന് ശേഷം ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നാണ് പ്രധാനമന്ത്രിയോട് ചോദിക്കുന്നത്.
അങ്ങനെ രാത്രി 11:45 കേന്ദ്രത്തിൻ്റെ മന്ത്രിസഭയുടെ തീരുമാനമില്ലാതെ കണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതത്തിൽ മുഴുവൻ പ്രതിപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ ജയപ്രകാശ് നാരായൺ എന്ന് പറയുന്ന വയോധികനായിരിക്കുന്ന ജനകീയ ക്വിറ്റ് ഇന്ത്യ സമരനായകനെ പോലും അറസ്റ്റ് ചെയ്തത് ഈ അടിയന്തരാവസ്ഥ കാലത്താണ്. അടിയന്തരാവസ്ഥയുടെ ഏറ്റവും വലിയ സവിശേഷത മറ്റൊന്ന്, പ്രധാനമായിട്ടുള്ള ചില നിയമങ്ങൾ സർക്കാരുകൾ കൊണ്ടുവന്നു. ഏറ്റവും കൂടുതൽ ഭരണഘടനയുടെ ഭേദഗതികൾ കൊണ്ടുവന്ന അക്കാലത്താണ്. 28ഓളം വരുന്ന ഭരണഘടനാ ഭേദഗതികളാണ് 21 മാസക്കാലം കൊണ്ടുവന്നത്. എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി. കേരളത്തിൻ്റെ കോടതികൾ നിഷ്ക്രിയമായിരിക്കുന്ന കോടതികൾ ഒരു തീരുമാനം എടുക്കാൻ സാധ്യമല്ലാതെ വന്നിരിക്കുന്നു. കോടതികളിൽ ചീഫ് ജസ്റ്റിസിനെ നിയമിച്ചതുപോലും ഇന്ത്യൻ പ്രധാനമന്ത്രി തീരുമാനിക്കുന്നു. അവർക്കിഷ്ടമില്ലാത്ത ആളുകളെ അവർ മാറ്റിവെക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. ഇത് മാത്രമല്ല ചെയ്തത്, കോടതികൾ നോക്കുകുത്തിയാക്കി. മാധ്യമങ്ങളെ സംബന്ധിച്ച് ഏറ്റവും രസകരമാണ് മാധ്യമങ്ങളുടേത്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് LK അദ്വാനിയുടെ വളരെ രസകരമായിട്ടുള്ള കമൻ്റ് ഉണ്ട്. കുനിയാൻ പറഞ്ഞ സമയത്ത് മുട്ടിലിഴഞ്ഞിട്ടുള്ള പാരമ്പര്യമാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് ബോധ്യപ്പെട്ട ആ സമയത്താണ്. നമ്മുടെ കേരളത്തിൽ ചില പത്രമുത്തശ്ശികളടക്കമുള്ള ആളുകളുടെ പത്രക്കാരായിരിക്കുന്ന ആളുകൾ പത്രത്തിൽ തയ്യാറാക്കുന്ന വാർത്തകളുമായിട്ട് ജില്ലാ കളക്ടറേറ്റിൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ കാത്തു നിൽക്കുന്നത് കാണാനായിട്ടുള്ള സൗഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. വളരെ മുതിർന്ന പത്രപ്രവർത്തകർ, അത് പ്രമുഖമായിരിക്കുന്ന പത്രത്തിൻ്റെ പ്രവർത്തകന്മാർ തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടുമായിട്ട് അവിടെയുള്ള കളക്ടറേറ്റിലെ സൂപ്രണ്ടിൻ്റെ മുമ്പിൽ ചെന്ന് അയാളെ കാണിച്ച് അയാളെ വായിച്ച് കേൾപ്പിച്ച് അയാളിൽ നിന്ന് തിട്ടൂരത്തിൽ അതിൻ്റെ താഴത്ത് ഒപ്പിടിച്ച് വാങ്ങിച്ചതിന് ശേഷമാണ് പിറ്റേ ദിവസത്തെ പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത്. അങ്ങനെ പത്രമാരണ നിയമം കൊണ്ട് പത്രങ്ങളെ നിയന്ത്രിക്കുക, മറ്റ് മാധ്യമങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക, അതേപോലെ തന്നെ സംഘടനാ പ്രവർത്തനം പൂർണ്ണമായിട്ട് നിർത്തിവെക്കുക, ജനാധിപത്യങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുക, ഭരണഘടനയെ മുഴുവൻ ഭേദഗതി ചെയ്യുക. അന്നൊരു പുതിയൊരു ഭരണഘടന ഉണ്ടാക്കി. ആ ഭരണഘടനയാണ് ഈ അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധി എടുത്ത് പാർലമെൻറ്റിൽ കാണിച്ചു. അതിന് ലിറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന അതിൻ്റെ പേര്. ആ ലിറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് ഇന്ത്യയിലെ 28 വകുപ്പുകൾ ഇല്ലായ്മ ചെയ്യുകയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. അതായത് 1971 ബംഗ്ലാദേശ് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് മറ്റൊരു അടിയന്തരാവസ്ഥ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ജനാധിപത്യത്തെ പൂർണ്ണമായിട്ട് കശാപ്പ് ചെയ്ത ഒരു വലിയ സംഭവം നടക്കുന്നത് ശരിക്കും അടിയന്തരാവസ്ഥ കാലത്താണ്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരാവസ്ഥയെ സംബന്ധിക്കുന്ന നിരവധി പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തയ്യാറാക്കുന്ന ഇന്ത്യൻ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പ്രധാനമായിരിക്കുന്ന കാതൽ ഈ അടിയന്തരാവസ്ഥയുടെ സ്വാതന്ത്ര്യ സമരത്തിന് പ്രേരിപ്പിച്ച് അതിനകത്ത് മുന്നിട്ടിറങ്ങിയത് രാഷ്ട്രീയ സ്വയംസേവക സംഘമടക്കമുള്ള ലോക സംഘർഷ സമിതിയാണ്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടൊക്കെ വളരെ വിചിത്രമായിരുന്നു. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന മഹാനായിട്ടുള്ള കേരളത്തിൻ്റെ ബുദ്ധി രാക്ഷസൻ, ആ പ്രയോഗം അദ്ദേഹത്തിന് ഏറ്റവും ചേരുന്നതാണ്. അദ്ദേഹം ആ സമയത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് യുവാക്കളെ കിട്ടാനില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ചെറുപ്പക്കാരെ കിട്ടാനില്ലാത്തതുകൊണ്ട് സമരത്തിലേക്ക് വരാതിരുന്നൊരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ എന്തൊക്കെ പറഞ്ഞാൽ അതിനകത്തൊരു എക്സംഷനാണ് കേട്ടോ. പിണറായി വിജയൻ ആ സമയത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനീചമായ രീതിയിൽ പോലീസ് മർദ്ദിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസിൻ്റെ മർദ്ദനമേറ്റിട്ടുള്ള പിണറായി വിജയന് പോലും അടിയന്തരാവസ്ഥയെക്കുറിച്ച് സത്യസന്ധമായ രീതിയിൽ ഇന്നും പ്രതികരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് വളരെ വ്യത്യസ്തമായിരുന്നു അക്കാലത്ത്. അതിൻ്റെ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ 1975 സെപ്റ്റംബർ മാസത്തിൽ കൽക്കട്ടയിൽ ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്ലീനത്തിൽ വെച്ചിട്ട് സുന്ദരയ്യ എന്ന് പറയുന്ന പാർട്ടി ജനറൽ സെക്രട്ടറി രാജിവെച്ചു. എന്താ രാജിവെക്കാൻ കാരണം? സുന്ദരയ്യയുടെ താല്പര്യം കോൺഗ്രസിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സുന്ദരയ്യ രാജിവെച്ച് തലസ്ഥാനം ഏറ്റെടുത്തത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ശങ്കരൻ നമ്പൂതിരിപ്പാട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് 17-18 മാസക്കാലത്തോളം പാർട്ടി സെക്രട്ടറി ആയിട്ട് ശാന്തമായിട്ട് വാർത്തകൾ കൊടുക്കാതെ കണ്ടിരുന്നു. അദ്ദേഹം അത് പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന് ബോധ്യപ്പെട്ടത് 1977 മാർച്ച് മാസം 21-ാം തീയതി കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോറ്റു എന്ന് ഉറപ്പുവരുത്തിയ സമയത്താണ്. പ്രതിപക്ഷ നേതാവ് ആകാതെ കണ്ട് മുഖ്യമന്ത്രി ആകാൻ സാധിക്കുമെന്ന് മോഹിച്ച ആ മോഹം ഭംഗം വന്നിട്ടുള്ള EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അങ്ങനെയാണ് 1977 ഏപ്രിൽ മാസത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആയിട്ട് ചാർജ് എടുക്കുന്നത്. അങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട്. മറ്റൊന്നുണ്ട്, എറണാകുളത്ത് 1975 ആഗസ്റ്റ് മാസത്തിൽ നടന്നിട്ടുള്ള സമരത്തിൽ AKG പങ്കെടുത്തിരുന്നു. AKG മർദ്ദിച്ചു എന്ന പോലീസുകാരുടെ പിൽക്കാലത്ത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രചരണം നടത്തിയത്. സത്യസന്ധമായിട്ട് ആ സമരത്തിൽ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ.
AKG എന്ന് പറയുന്ന മഹാനായിട്ടുള്ള മനുഷ്യനെ ഞാൻ എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നേരെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കൈ ഉയർത്തിയിട്ടില്ല, അദ്ദേഹത്തെ മർദ്ദിച്ചിട്ടില്ല. അത് കളവിൻ്റെ ചരിത്രമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ സമരത്തിലുണ്ടായിരുന്നത് അന്ന് MN ലോറൻസ് ഉണ്ടായിരുന്നു, മരിച്ചുപോയി. KN രവീന്ദ്രൻ അത് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. KN രവീന്ദ്രൻ അതിന് ധൈര്യം ഉണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് അദ്ദേഹം വെളിപ്പെടുത്തട്ടെ AKG മർദ്ദിച്ചു എന്ന്. AKG മർദ്ദിച്ചിരുന്നില്ല. ആ പോലീസ് ഉദ്യോഗസ്ഥന് AKGയോട് ആദരവുപൂർവ്വം അദ്ദേഹത്തെ അന്ന് പിടിച്ച് ആ വാനിലേക്ക് കയറ്റിയിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുണ്ടായത്. മറ്റൊരു സംഭവമുള്ളത് AKGയുടെ മരണത്തെ സംബന്ധിച്ചാണ്. ഞാൻ ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് 1977 ഡിസംബർ മാസത്തിൽ പെരളശ്ശേരിയിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഗ്രാമത്തിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മൈക്ക് തട്ടിപ്പറിക്കുന്നവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അങ്ങനെ തട്ടിപ്പറിക്കുന്ന സമയത്ത് അദ്ദേഹം തിരിച്ച് അവരെ തല്ലാൻ വേണ്ടി കൈയൊങ്ങുന്ന സമയത്ത് അദ്ദേഹം സെമി പാരാലിസിസ്റ്റ് ആവുകയാണ്. പിന്നെ 3 മാസക്കാലത്തോളം തിരുവനന്തപുരത്ത് വന്നിട്ട് അദ്ദേഹം ആശുപത്രി കിടക്കുന്നു. അതിനിടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗമുണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തെ സംബന്ധിക്കുന്ന ദുരൂഹമായുള്ള സാഹചര്യത്തെക്കുറിച്ചിട്ട് ഞാൻ എൻ്റെ പുസ്തകത്തിനകത്ത് പരാമർശിക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഈ വിഷയം വീണ്ടും പുനർപരിശോധിക്കാവുന്നതാണ്, അന്വേഷണം നടത്താവുന്നതാണ്. ഇത്തരം വസ്തുനിഷ്ഠമായിരിക്കുന്ന നിരവധി സംഭവ വികാസങ്ങളാണ് 21 മാസക്കാലം കൊണ്ട് മുഴുവൻ ഭാരതത്തിലും കേരളത്തിലും ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു സംഗ്രഹം മാത്രം എന്ന നിലയ്ക്കാണ് അടിയന്തരാവസ്ഥ രണ്ടാം സ്വാതന്ത്ര്യ സമരം. അത് തീർച്ചയായിട്ടും സ്വാതന്ത്ര്യ സമരമാണ്, യുവാക്കളുടെ സമരമാണ്, അമ്മമാരുടെ സമരമാണ്, കേരളത്തിൻ്റെ കർഷക തൊഴിലാളികളുടെ സമരമാണ്. അങ്ങനെയുള്ള ആളുകളുടെ സമരം എന്നുള്ള നിലയ്ക്കാണ് ഈ പുസ്തകത്തെ ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്.